കാറ്റത്തിക്കുളിക്കൂട് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ലളിതയുടെയും ഗംഗാധരന്റെയും മുഖത്ത് ദേഷ്യം ഇരുമ്പി ആർക്കുന്നുണ്ടായിരുന്നു. സുനന്ദ കാരണം തങ്ങളുടെ പദ്ധതികളെല്ലാം തന്നെ പൊളിഞ്ഞു പോയതിന്റെ കലിപ്പിലാണ് രണ്ടുപേരും. അവരുടെ മുന്നിൽ തല കുനിക്കാതെ യാതൊരുവിധ കൂസലുമില്ലാതെ നിൽക്കുമായിരുന്നു സുനന്ദ. എടി, നീ എന്തിനാടി അങ്ങോട്ടേക്ക് എഴുന്നള്ളിപ്പോയത്? നിനക്ക് അതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ലളിതയുടെ ശബ്ദം വീടിന്റെ ചൂരിൽ നിന്ന് തട്ടി പ്രതിധ്വനിച്ചു. ആ വീട്ടുകാർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നീ പോവേണ്ട കാര്യം എന്താടി? നിനക്ക് എന്താണ് ഇത്ര വലിയ സ്നേഹം? ഗംഗാധരനും വിട്ടുകൊടുത്തില്ല. ദേ അമ്മേ, വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. സുഭാഷ് ഏട്ടൻ എങ്ങനെയുള്ള ആളാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ആ കുടുംബത്തിലുള്ളവർ ഒരിക്കലും അങ്ങനെ ഒരു വൃത്തികേട് ചെയ്യില്ല. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ സുനന്ദ നിർത്തി. അവളുടെ കണ്ണുകളിൽ ഒരു തീ പാറുന്നുണ്ടായിരുന്നു. അവളുടെ ഒരു സുഭാഷ് ഏട്ടൻ നിന്നോട് അവൻ പറഞ്ഞതല്ലേ അങ്ങോട്ടേക്ക് പോകരുത് എന്ന്. ലളിത വീണ്ടും തന്നെ കയർത്തു. എൻ്റെ അമ്മേ, സുഭാഷ് ഏട്ടൻ എന്നെ നന്നായിട്ടറിയാം. എൻ്റെ കല്യാണം കഴിഞ്ഞാലും ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത് ശരിയല്ലെന്നുമൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചാൽ പോലും പുള്ളി കോളെടുക്കാറില്ല. സുനന്ദയുടെ വാക്കുകളിൽ ആദരവും ഒപ്പം സങ്കടവും ഉണ്ടായിരുന്നു. പിന്നെ നീ എന്തിനാടി അവനെ വിളിക്കാൻ പോകുന്നത്? നിന്റെ കല്യാണം കഴിഞ്ഞതല്ലേ? ലളിതയുടെ ചോദ്യത്തിൽ കുത്തുവാക്കുകൾ നിറഞ്ഞു നിന്നിരുന്നു. അമ്മ ഒരുമാതിരി വൃത്തികെട്ട ഭാഷയിൽ സംസാരിക്കരുത് കേട്ടോ. അമ്മയെക്കാളും നന്നായിട്ട് എനിക്ക് സുഭാഷ് ഏട്ടനെ അറിയാം. അതുകൊണ്ട് തന്നെ വേണ്ടാത്ത വ്യാഖ്യാനങ്ങളൊന്നും അതിന് കൊടുക്കാൻ നിൽക്കണ്ട അമ്മ. സുനന്ദയുടെ മറുപടി വളരെയധികം കൃത്യമായിരുന്നു. അപ്പോഴാണ് ഗംഗാധരൻ ഇടപെട്ടത്. മോളെ, ഇതൊക്കെ ശരിയാവുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതെ, ശരിയാകത്തുള്ളൂ അമ്മാവ. എന്താണെങ്കിലും ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് നല്ല ഉത്തമ ബോധ്യമുണ്ട്, സുനന്ദ ഉറപ്പിച്ചു പറഞ്ഞു. അവിടേക്ക് സുനന്ദയുടെ ഭർത്താവ് കയറി വരെയാണ് അശ്വിൻ. അയാളെ കണ്ടപ്പോൾ ഗംഗാധരന്റെയും ലളിതയുടെയും മുഖഭാവം പെട്ടെന്ന് മാറി. അതുവരെ കത്തി നിന്ന് തീപ്പെട്ടി അണഞ്ഞതുപോലെയാണ് തോന്നുന്നത്. എന്താ ഇവിടെ ഒരു ഒച്ചപ്പാട് ബഹളൊക്കെ? അയാൾ സംശയത്തോട് ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല മോനെ. മോളെ, നീ ഒരു കാര്യം ചെയ്യേ. മോനെ വിളിച്ച് മുറിയിലേക്ക് പോയിക്കോ. അവൻ പുറത്തു പോയിട്ട് വന്നതല്ലേ. ഗംഗാധരൻ വളരെ നൈസായിട്ട് തന്നെ വിഷയം മാറ്റി. സുനന്ദ കത്തുന്ന കണ്ണുകളോടെ ലളിതയും ഗംഗാധരനെയും ഒന്ന് നോക്കി. അവളുടെ നോട്ടം കണ്ടപ്പോൾ അവർക്കൊന്നും ഭയമൊന്നും ഇല്ലാതില്ല. ഏതു നിമിഷവും പൊട്ടിത്തെറിക്കുന്ന പ്രകൃതമാണ് അവളുടേത്. അവൾ ഒന്നും മിണ്ടാതെ ഭർത്താവിനെയും കൂട്ടി നേരെ അകത്തേക്ക് നടന്നു. ഇതേ സമയം ഭാസ്കരന്റെ കുടുംബത്തിൽ, അതായത് കിളിക്കൂട്ടിൽ ഇപ്പോൾ വല്ലാത്തൊരു ആശ്വാസത്തിന്റെ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. വലിയൊരു ചീത്തപ്പേര് ഒഴിവാദത്തിന്റെ ആശ്വാസം എല്ലാവരുടെയും മുഖത്തുണ്ട്. മുറിയിലെ ലൈറ്റിന്റെ പ്രകാശം നിധിയുടെ മുഖത്തേക്ക് വീണു കിടന്നു. അവൾ ആകെ തളർന്നിരുന്നു. സുഭാഷ് ഒരു ഗ്ലാസ് വെള്ളവുമായി അവരുടെ അടുത്തേക്ക് വന്നു. ദാ, ഈ വെള്ളം കുടിക്ക്, സുഭാഷ് വാത്സല്യത്തോടെ പറഞ്ഞു. നിധി വെള്ളം വാങ്ങിച്ചു കുടിച്ച് സുഭാഷിന്റെ കണ്ണുകളിൽ അവളോടുള്ള നന്ദി നിറഞ്ഞു നിന്നിരുന്നു. നിങ്ങൾ കൃത്യസമയത്ത് അവിടെ വന്ന് വേണ്ട പോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? നീയും നീതും സുനന്ദയും എല്ലാവരും കൂടി അവിടെ വന്നതുകൊണ്ട് മാത്രമാ വലിയൊരു ആപത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടത്. സുഭാഷിന്റെ ശബ്ദത്തിൽ നേരിയ വിറയലുണ്ടായിരുന്നു. നിധി ഒരു പുഞ്ചിരിയോട് സുഭാഷിനെ നോക്കി. താൻ ചെയ്തത് തന്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ എന്ന ആ ഒരു ഭാവമായിരുന്നു ആ മുഖത്ത്. പക്ഷേ സുഭാഷിന്റെ മുഖത്ത് ഗൗരവം മാറിയിരുന്നില്ല. എനിക്കിപ്പോ അതല്ല നിധി പേടി. ഇനിയിപ്പോ നാളെ മുതൽ നീ ഒറ്റക്ക് ഓഫീസിൽ പോകണ്ട. അതെന്താ സുഭാഷ് ഏട്ടാ? നിധി അത്ഭുതത്തോടെ ചോദിച്ചു. ഇന്ന് അവന്മാരെ തല്ലി ഒതുക്കിയതല്ലേ, അതിന്റെ വൈരാഗ്യം തീർക്കാൻ അവൻ ഇനി എങ്ങാനും വഴിയിൽ കാത്തു നിൽക്കോ? എന്തെങ്കിലും ഉപദ്രവിക്കാൻ നോക്കിയാലോ? സുഭാഷിന്റെ ഉള്ളിലെ താങ്കളുടെ ആ ഒരു കാരണവരുടെയൊക്കെ കരുതൽ ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നീ ആരോടുമൊപ്പം ആരുടെയെങ്കിലൊക്കെ ഒപ്പം പോയാൽ മതി. ഒന്നുകിൽ നികേഷിന്റെ കൂടെ, അല്ലെങ്കിൽ സുധീഷിന്റെ കൂടെ. ഒറ്റയ്ക്ക് നീ ഏതായാലും പോവണ്ട. ഇത് കേട്ടു നിന്ന് സുധീഷ് പെട്ടെന്ന് മുന്നോട്ട് വന്നു. അതിൻ്റെ ഒന്നും ആവശ്യം എന്താ സുഭാഷ് ഏട്ടാ? അവന്മാരെ പേടിച്ചിട്ട് ഒരാൾ എന്തിനെ എങ്ങനെ എസ്കോട്ടാ പോകുന്നത് ഇവൾക്ക്? അങ്ങനെ പോയാൽ അവന്മാർ വിചാരിക്കില്ലേ നമുക്ക് പേടിയാണെന്ന്? അവൾ ഒറ്റയ്ക്ക് തന്നെ പോവട്ടെ. അവന്മാർ എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാണാമല്ലോ. സുധീഷിന്റെ വാക്കുകളിൽ ഒരു വല്ലാത്ത ഊർജ്ജമുണ്ടായിരുന്നു. തന്റെ ഭാര്യയെക്കുറിച്ചുള്ള അഭിമാനം ആ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നു. എന്നിട്ട് സുധീഷ് നിധിയെ നോക്കി ചോദിച്ചു. എന്താ നിധി, നിനക്ക് പേടിയിട്ടോ? നിധി ചിരിച്ചു. പേടിയോ? എനിക്കൊരു പേടിയില്ല സുധീഷേ. ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം. അങ്ങനെ പേടിക്കൊന്നൊന്നും എന്നെ കിട്ടില്ല. അവളുടെ വാക്കുകളിലെ ധൈര്യം കേട്ട് എല്ലാവർക്കും വല്ലാത്ത സന്തോഷം തോന്നി. പ്രതിസന്ധികളിൽ തളരാത്ത ആ കുടുംബത്തിന്റെ കെട്ടുറപ്പ് അവിടെ തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. ഇതേസമയം നീതുവിന്റെ വീട്ടിലെ അവസ്ഥ ഇതല്ലായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അതൊരു യുദ്ധക്കളമായി മാറി. നീതുവിന്റെ അച്ഛനും അമ്മയും സഹോദരൻ അഖിലൊക്കെ വലിയ കലിപ്പിലാണ്. നീതു തലകുനിച്ച് നിൽക്കുകയാണ്. പക്ഷേ അവളുടെ ഉള്ളിൽ ഒരു തരിമ്പും ഭയമില്ലായിരുന്നു. എൻ്റെ അമ്മേ, അവൾ നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? വല്ല കൂസലുണ്ടോ അവളുടെ മുഖത്ത്? അഖിൽ ദേഷ്യത്തോടെ അലറി. നീതുവിന്റെ അമ്മയുടെ നിയന്ത്രണം വിട്ടു. എടി, നീ ഇവിടെ എന്റെ വയറ്റിൽ തന്നെയാണോ പിറന്നത്? നിന്റെ മട്ടും ഭാവം കണ്ട ആ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ജനിച്ചതുപോലെയാണല്ലോ നീ. നാണമുണ്ടാടി ഒരുമ്പെട്ടവളെ നിനക്ക്. അവർക്ക് സപ്പോർട്ട് ചെയ്ത് സ്വന്തം കുടുംബത്തെ മൊത്തം ഇങ്ങനെ ഒറ്റുകൊടുക്കാൻ നിനക്ക് എങ്ങനെ തോന്നിയടി? ഇത്തിരിയെങ്കിലും ഉണ്ട ചോറിന് നന്ദി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെ അവിടെ പോയിട്ട് ഇങ്ങനെയൊക്കെ പെരുമാറുമായിരുന്നോ? നീതു ഒന്നും മിണ്ടിയില്ല. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നിന്നും വീണ്ടും തല്ല് കിട്ടുമെന്ന് അവൾക്കറിയാം. നേരത്തെ തന്നെ കിട്ടിയ തല്ലിന്റെ പാട് മാറിയിട്ടില്ല. തൽക്കാലം മൗനം പാലിക്കുന്നതാണ് ബുദ്ധിയെന്ന് അവൾക്ക് തോന്നി. കണ്ടോ അമ്മേ, അവളുടെ വായിൽ നാക്കുന്നോ എന്ന് നോക്കിക്കേ.
അവിടെ നിന്ന് എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. അഖിൽ വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിച്ചു. അച്ഛന് കയർത്തു. എടി, നീ എന്ത് പണിയാടി കാണിച്ചത്? ആ തെണ്ടികളെ പോലീസ് തൂക്കിയെടുത്ത് പോകേണ്ടതായിരുന്നു. ആ സമയത്താണ് നീ അവിടെ വന്ന് അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവർ അകത്തായേനെ. ഞങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൗൺസിലർ ഉൾപ്പെടെ നീ നാണം കെടുത്തിയില്ലേ? എന്നിട്ടിപ്പോൾ നീ എന്തിനാടി എന്ത് നേടിയടി? നാട്ടുകാരുടെ മുന്നിൽ ഞങ്ങൾ നാണം കെട്ടുപോയില്ലേ? അമ്മയുടെ വാക്കുകൾ വീണ്ടും കടുത്തു. ഏത് ദുർബല നിമിഷത്തിലാണോ എന്തോ ഇതുപോലൊന്ന് എൻ്റെ വയറ്റിൽ വന്ന് പിറന്നത്. ഇവൾക്ക് ചോറ് കൊടുക്കുന്നതിന് പകരം ആ വഴിയിൽ കൂടെ പോകുന്ന പട്ടിക്ക് എന്തെങ്കിലും കൊടുക്കാമായിരുന്നു. അതെങ്കിലും ഒന്ന് വാലാട്ടിയിട്ടെങ്കിലും കാണിക്കുമായിരുന്നു. ഇവളെ പോലെ ഒരു വൃത്തികെട്ടവളെ ഞാൻ കണ്ടിട്ടില്ല. അമ്മ ശ്വാസമെടുക്കാനൊന്ന് നിന്നു. എന്നിട്ട് വീണ്ടും തുടങ്ങി. ഇവളെങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. എടി, നിനക്ക് എന്തിൻ്റെ കുറവാടി ഇവിടെ? നീ ഞങ്ങളോട് ഈ ചതി എന്തിനാടി ചെയ്തത്? കോളേജിൽ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിന് വിട്ടു. അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം ഞങ്ങൾ വാങ്ങിച്ചു തന്നു. എന്നിട്ട് അവസാനം നീ ഞങ്ങൾക്ക് തന്നെ പണി തന്നല്ലോടി. എൻ്റെ അമ്മേ, അവളോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അഖിൽ ദേഷ്യത്തോടു കൂടെ പറഞ്ഞു. അവൾ എന്ത് ചെയ്യണമെന്നൊക്കെ എനിക്കറിയാം. അമ്മ താക്കോലെടുത്തേ. ഇവളെ ഈ മുറിക്കകത്തിട്ടങ്ങ് പൂട്ടാം. ഇവൾ ഇതിനകത്ത് തന്നെ കിടക്കട്ടെ. ഇനി ഇവളെ എങ്ങനെ തുള്ളിച്ചാടി പുറത്തേക്ക് പോകുമെന്ന് എനിക്കൊന്ന് കാണാലോ. അഖിൽ നീതുവിനെ വലിച്ചെറിച്ച് മുറിയിലേക്കങ്ങ് അകത്തേക്കിട്ടു. പകൽ മുഴുവൻ ഇതിനകത്ത് നീ കിടന്ന് അനുഭവിക്ക്. അങ്ങനെ ആക്രോശിച്ചുകൊണ്ട് തന്നെ അവൻ വാതിലടച്ചങ്ങ് കുറ്റിയിട്ടു. ഇതൊക്കെ കേട്ടിട്ട് നീതുവിന് ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല. കട്ടിൽ ചേർന്നിരുന്ന് അവൾ ആലോചിച്ചു. ഇവരൊക്കെ എത്രത്തോളം പോകുമെന്ന് എനിക്കൊന്ന് കാണാമല്ലോ എന്ന്. അങ്ങനെ രാത്രിയുടെ നിശബ്ദതയിൽ കിളിക്കൂട്ട് ഉറക്കത്തിലേക്ക് വഴുതി വീണു. പക്ഷേ സുധീഷിൻ്റെയും ഹരീഷിൻ്റെയും കണ്ണുകളിൽ ഉറക്കമില്ലായിരുന്നു. രണ്ടുപേരും ഒരേ മുറിയിലാണ് കിടക്കുന്നത്. ഓരോരുത്തരും അവരുടേതായ ചിന്താലോകത്താണ്. സുധീഷിൻ്റെ മനസ്സിൽ മുഴുവൻ ഇന്ന് നടന്ന കാര്യങ്ങളായിരുന്നു. പ്രത്യേകിച്ച് നിധി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ. അതെ, എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ ചേട്ടന്മാരും അനിയന്മാരാണ് ഈ കുടുംബത്തിലുള്ളത്. ആ വാക്കുകൾ സുധീഷിൻ്റെ കാതുകളിൽ വീണ്ടും വീണ്ടും മുഴങ്ങിക്കൊണ്ടിരുന്നു. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൾ തന്നെ അഭിസംബോധന ചെയ്തത് ഭർത്താവ് എന്നാണ്. അതോർത്തപ്പോൾ സുധീഷിന്റെ ഉള്ളിൽ ഒരു കുളിര് കോരി. എത്രയോ കാലമായി താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ആ സന്തോഷത്തിൽ സുധീഷ് ഒന്ന് പുഞ്ചിരിച്ചു. ഇതേ സമയം ഹരീഷിന്റെ ചിന്തകൾ വേറൊരു ലോകത്തായിരുന്നു. നീതു അവൾ വന്ന് പറഞ്ഞ കാര്യങ്ങൾ, അവൾ എടുത്ത നിലപാടുകൾ, തനിക്കൊരു ആപത്ത് വന്നപ്പോൾ അവൾ പറഞ്ഞ വാക്കോർത്തുകൂടെ തന്നെ ഹരീഷിന്റെ ഹൃദയം അഭിമാനം കൊണ്ട് നിറഞ്ഞു. കൊള്ളാം, അവളൊരു ഒന്നാന്തരം പൊളിയാണ്. ഇങ്ങനെ തന്നെ വേണം പെൺകുട്ടികളായാൽ. ഹരീഷ് സന്തോഷം സഹിക്കാനായില്ല. അവൻ ഇരട്ട് നിന്നിങ്ങനെ കിടന്ന് ചിരിക്കാൻ തുടങ്ങി. പെട്ടെന്ന് സുധീഷ് ചോദിച്ചു, എന്താണ് നീ ഒറ്റയ്ക്ക് കിടന്ന് ചിരിക്കുന്നത്? ഹരീഷ് ഞെട്ടി. അല്ല, ഞാൻ എൻ്റെ പെണ്ണിനെ കുറിച്ച് ആലോചിച്ചതാ, നീതുവിനെ കുറിച്ച്. എന്ത് സൂപ്പറാണല്ലേ അവള്? സുധീഷ് ഒന്ന് ചിരിച്ചു. അത്ര വലിയ സൂപ്പറൊന്നുമല്ല, കൊള്ളാം അത്രമാത്രം. സുധീഷിന്റെ ഉള്ളിൽ തൻ്റെ ഭാര്യ നിധിയാണ് ഏറ്റവും സൂപ്പർ എന്ന ഭാവമായിരുന്നു. അത് സുധീഷേട്ടന് അങ്ങനെ തോന്നും. പക്ഷേ അവൾ ഭയങ്കര സൂപ്പറാ. അതുകൊണ്ടാണല്ലോ കൃത്യസമയത്ത് തന്നെ വന്ന് നമ്മുടെ കുടുംബത്തെ അവൾ രക്ഷിച്ചത്. ഹരീഷ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതൊക്കെ ശരി തന്നെയാടാ, സുധീഷ് സമ്മതിച്ചു. സത്യം പറഞ്ഞാൽ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ കൃത്യസമയത്ത് തന്നെ അവൾ വന്നു. എനിക്കതങ്ങ് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ലടാ. സുധീഷ് പെട്ടെന്ന് ഹരീഷിനെ കെട്ടിപ്പിടിച്ച് കവിളൊരു ഉമ്മ കൊടുത്തു. ഹരീഷ് അന്തം വിട്ടുപോയി. സുധീഷേട്ടാ, നിങ്ങൾക്കിത് എന്തു പറ്റി? അതേടാ, ഈ കുടുംബത്തിന് വരേണ്ട പെണ്ണ് തന്നെ അവൾ തന്നെയാണ്. അത് അവൾ തെളിയിച്ചില്ലേ? കണ്ടില്ലേ നീ? സുധീഷ് ആവേശത്തോട് ചോദിച്ചു. അത് പിന്നെ അവൾക്ക് ഞാൻ അതുപോലത്തെ ട്രെയിനിങ് ഒക്കെ അല്ലേ കൊടുക്കുന്നത്? ഹരീഷ് ചെറിയൊരു ഗർവോടെ പറഞ്ഞു. ഇത് കേട്ട് സുധീഷ് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അയ്യടാ, നീ അവൾക്ക് ട്രെയിനിങ് കൊടുക്കുമെന്നാണ്? സ്വന്തം ജീവിതം നന്നാക്കാൻ വേണ്ടി ആദ്യം നീ പഠിക്ക്. ഇതുവരെയായിട്ട് ശരിക്കൊന്ന് പ്രേമിക്കാൻ പോലും നിനക്കറിയില്ല. പ്രണയിച്ച പെണ്ണിനെ വീഴ്ത്താൻ പഠിച്ചിട്ടില്ല. എന്നിട്ടാ അവൻ ട്രെയിനിങ് ഒക്കെ തരാൻ വരുന്നത്. ഒന്ന് പോടാ അവിടുന്ന്. ഹരീഷ് ഒന്ന് ചമ്മി. എങ്കിലും അവൻ്റെ ഉള്ളിലെ സന്തോഷത്തിന് അതൊരു കുറവും വരുത്തിയില്ല. പെട്ടെന്നാണ് ഹരീഷിനൊരു ചിന്ത വന്നത്. സുധീഷേട്ടാ, നമ്മളിവിടെ ഇത്രയൊക്കെ സന്തോഷിക്കുന്നുണ്ട്. അവൾ നമുക്ക് വേണ്ടി ഇവിടെ വന്ന് സംസാരിച്ചിട്ട് പോയി. പക്ഷേ അവളുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അവളുടെ അവസ്ഥ എന്തായിരിക്കും? നിനക്ക് വല്ല ബോധവുമുണ്ടോ? ഹരീഷിന്റെ മുഖത്ത് പെട്ടെന്ന് തന്നെ ഭയം നിറഞ്ഞു. അയ്യോ, അതെന്താ സുധീഷേട്ടാ? മിക്കവാറും അവളുടെ വീട്ടുകാർ അവളെ എടുത്തങ്ങ് പൊങ്കുവാല ഇടുന്നുണ്ടാവും. അത് പറഞ്ഞപ്പോൾ ഹരീഷിന് വല്ലാത്ത ടെൻഷനായി. അപ്പോഴാണ് ഹരീഷിന്റെ ഫോൺ ശബ്ദിച്ചത്. അവൻ വേഗത്തിൽ ഫോൺ എടുത്തു നോക്കി. പരിചയമില്ലാത്തൊരു നമ്പർ. ഹരീഷ് കോൾ എടുത്തു. ഹലോ. മറുതലത്തിൽ നിന്നും ഒരു അപരിചിതമായ ശബ്ദം. ഹലോ ഹരീഷ്, ഞാനാണ് നീതു. നീതുവോ? ഇതേതാ ഈ നമ്പർ? ഇത് അച്ഛൻ്റെ നമ്പറാ. എൻ്റെ ഫോണൊന്നും അവർ എനിക്ക് തന്നിട്ടില്ല. അച്ഛൻ്റെ ഫോൺ ഞാൻ അങ്ങ് കട്ടെടുത്തത് വിളിക്കുവാണ്. എനിക്കാണെങ്കിൽ അവിടെ നിന്നും പോകുന്നതിന് ശേഷം വല്ലാത്ത ടെൻഷനായിരുന്നു. നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടായോ എന്നൊക്കെ ഓർത്തിട്ട് അതാ ഞാൻ വിളിച്ചത്. ഹരീഷിനത് കേട്ടപ്പോൾ ആശ്വാസമായി. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നീതു. നിനക്കവിടെ വല്ല പ്രശ്നമുണ്ടോ എന്ന് ഓർത്ത് എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നീ വിളിച്ചല്ലോ, നീ വിളിച്ചില്ലായിരുന്നെങ്കിൽ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായില്ലേ.
എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഹരീഷ് അത് പറയാനാ ഞാൻ വിളിച്ചത്. എങ്കിൽ ശരി, ഞാൻ വെക്കുക. നീതു പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു. ഫോൺ വെച്ചപ്പോൾ ഹരീഷിന്റെ മുഖത്ത് എന്തെന്നില്ലാത്തൊരു പ്രകാശമുണ്ടായിരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോൾ നികേഷും സുഭാഷും വീട് കിടക്കാൻ വേണ്ടി മുറിയിലേക്ക് വന്നു. എല്ലാവരും ഉറക്കത്തിലേക്ക് വീണു. പക്ഷേ സുഭാഷിന് മാത്രം ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവന്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് പകൽ നടന്ന ഓരോ കാര്യങ്ങളും അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. പ്രത്യേകിച്ച് അഖിൽ നിധിയെക്കുറിച്ച് പറഞ്ഞ വൃത്തികെട്ട വാക്കുകൾ. 3-4 ആണുങ്ങളുള്ള വീട്ടിൽ ആരാ നിന്നെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ആ വാക്കുകൾ സുഭാഷിന്റെ ഹൃദയത്തിൽ ഒരു അമ്പ് പോലെയാണ് തറച്ചത്. അങ്ങനെയൊക്കെ കേട്ടപ്പോൾ നിധി എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ആ പാവം കുട്ടി ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. തന്റെ അനിയന്റെ ഭാര്യയെക്കുറിച്ച് നാട്ടുകാർ ഇങ്ങനെയൊക്കെ പറയുന്നത് സുഭാഷിന് സഹിക്കാൻ കഴിഞ്ഞില്ല. സങ്കടവും ദേഷ്യവും അവനിൽ തിങ്ങി നിറഞ്ഞു. ഒടുവിൽ വളരെ വേദനയോടുകൂടി സുഭാഷ് ആ ഒരു തീരുമാനമെടുത്തു. വലിയൊരു തീരുമാനം. അവൻ പതിയെ എഴുന്നേറ്റു. അടുത്ത് നിൽക്കുന്ന ഹരീഷിനെയും നികേഷിനെയും അവൻ പതുക്കെ തട്ടി വിളിച്ചു. സുധീഷ് ഉണരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്താ എന്താ സുഭാഷേട്ടാ? ഒന്നുറങ്ങി വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഉറക്കച്ചടവോട് കൂടെ ഹരീഷ് ചോദിച്ചു. എടാ പതുക്കെ, സുധീഷ് കേൾക്കണ്ട, സുഭാഷ് മന്ത്രിച്ചു. കാര്യം എന്താ സുഭാഷേട്ടാ? രാവിലെ പറഞ്ഞാ പോരെ? നികേഷൻ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഇപ്പൊ തന്നെ പറയണം. കാര്യം എന്താന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്താലോ? നമുക്ക് ഇവിടെ നിന്നും താമസം മാറ്റിയാലോ? ഹരീഷും നികേഷും ഞെട്ടിത്തെറിച്ചു പോയി. ഉറക്കം പൂർണ്ണമായി അങ്ങ് വിട്ടുമാറി. എന്ത് താമസം മാറ്റിയേ? നമ്മൾ എന്തിനാ താമസം മാറ്റുന്നത്? ഇത് നമ്മുടെ സ്വന്തം വീടല്ലേ? നികേഷ് ആകാംക്ഷയോട് ചോദിച്ചു. അതെ, പക്ഷേ നമ്മൾ ഇവിടെ നിന്നും മാറണം. നിധിയും സുധീഷും മാത്രം ഇവിടെ കഴിയട്ടെ. നമ്മൾ എങ്ങോട്ടെങ്കിലും മാറി വേറെ വാടക വീടെടുത്ത് താമസിക്കാം. സുഭാഷിന്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. ഇത് കേട്ട് നികേഷിന് വല്ലാത്ത ടെൻഷനായി. സുഭാഷേട്ടാ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സുഭാഷ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. അതേടാ, ഞാൻ നോക്കിയിട്ട് വേറെ മാർഗമൊന്നും കാണുന്നില്ല. നമ്മൾ എവിടെ നിന്നും മാറുന്നതാ നല്ലത്. എനിക്ക് തോന്നുന്നു നിധിയും സുധീഷും ഇടയിൽ നല്ലൊരു ജീവിതം ഉണ്ടാവാൻ അത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നാട്ടുകാർ ഓരോന്നൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കും. വെറുതെ എന്തിനാ അവർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? ഹരീഷ് വേദനയോട് ചോദിച്ചു. അല്ല, അത് വേണോ സുഭാഷേട്ടാ? വേണം. ഞാൻ അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. സുഭാഷിന്റെ വാക്കുകളിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഒരു ജ്യേഷ്ഠന്റെ സ്വന്തം കുടുംബത്തിനു വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായിരുന്ന ഒരു കാരണവരുടെ ഉറപ്പ്. നികേഷും ഹരീഷും എന്തു പറയണമെന്നറിയാതെ നിന്നു. സ്വന്തം വീട് വിട്ടു പോകുന്നതെന്ന ചിന്ത അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ സുഭാഷേട്ടൻ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഒരു വാക്കില്ലല്ലോ. അങ്ങനെ ആ ഒരു രാത്രിയിൽ കിളിക്കൂടിന്റെ ഭിത്തികൾ ആ 3 പേരുടെയും വേദനകൾക്ക് സാക്ഷിയായി. നാളത്തെ പുലരി അവരെ കാത്തിരിക്കുന്നത് പുതിയൊരു ജീവിതത്തിലേക്കാണ്. കിളിക്കൂടിൽ നിന്ന് പുറത്തേക്ക് പോവാൻ തയ്യാറെടുക്കുന്ന ആ 3 പേരെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.